ഹലോ, വയനാട് അപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് കാണാൻ പോകുന്നത് നമ്മുടെ ടിവിയുടെ കീ സെറ്റ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന തോന്നുന്നു. അപ്പൊ നമുക്കിത് കണ്ടു നോക്കാം. ഓക്കെ, നമ്മളിനി കീ സെറ്റ് മാറാൻ പോവാണ്. ആദ്യം നമ്മള് ഫ്രണ്ട് കിറ്റ് അയച്ചു മാറ്റണം. അതിലെല്ലാം വരുന്ന സ്റ്റാറിന്റെ സ്ക്രൂകളാണ് വരുന്നത്. നമുക്ക് അയച്ചു മാറാം. താഴെ രണ്ട് സ്ക്രൂ ഉണ്ട്, ഒന്ന് ഇവിടെയും ഒന്ന് ഇപ്പുറത്തും വരുന്നുണ്ട്. അത് സ്ക്രൂ അയച്ച് തീർന്നു ഓർത്തിട്ട് വലിച്ച് ഇതാക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഈ രണ്ട് സ്ക്രൂവും കൂടി വയ്ക്കാം. നമ്മൾ കവറ് ഊരാം. ഇവിടെ നമുക്ക് ഹെഡ്ലൈറ്റിന്റെ കപ്ലർ വരുന്നുണ്ട്, അത് നമുക്ക് പിടിക്കാം. പിന്നെ ഇവിടെ രണ്ട് സ്റ്റാറിന്റെ സ്ക്രൂ വരുന്നുണ്ട്. എന്തടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ത്രെഡ് പോയി കഴിഞ്ഞാൽ നമ്മളത് അവസാനം പൊട്ടിച്ചെടുക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം ഇത് കുറെ കാലം കമ്പനി വന്നപ്പോൾ ഉള്ളതാണ്. അപ്പോൾ അത് കുറച്ച് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് വലിയൊരു സ്റ്റാർ യൂസ് ചെയ്തിട്ടാണ് അവർ അയക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിപ്പോൾ നമ്മുടെ വണ്ടിയുടെ കീ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുതിയ കീ സെറ്റ് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത്. സെറ്റിന്റെ സോക്കറ്റ് പിടിക്കണം. തൊട്ടതായിട്ട് ഒരു കീ സെറ്റിന്റെ ഒരു സോക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് ഊരാ. ഇതാണ് നമ്മുടെ പഴയ കീ സെറ്റ് വരുന്നത്. ഇത് ഡാമേജ് ആയിട്ടല്ല, നമ്മളിപ്പോൾ കീ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ കീ സെറ്റ് അടക്കം മാറിയെന്നുള്ളൂ. ഇതാണ് പുതിയ കീ സെറ്റ് വരുന്നത്. ഇത് ബാക്കില് സീറ്റിന്റെ ലോക്കും, പിന്നെ ഇത് ഫ്രണ്ടിലെ കീ സെറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കീ സെറ്റാണ് കയ്യിലുള്ളത്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാൻഡ് ലോക്കിന്റെ ലോക്കാണ് അവിടെ കാണുന്നത്, ഈ പൊന്തി നിൽക്കുന്നത്. അത് ഇവിടെ ഈ ഹോള് കാണാം. ഈ സെന്ററിൽ രണ്ട് സ്ക്രൂ, ഇവിടെ അപ്പുറത്ത് രണ്ട് സ്ക്രൂ വരുന്നുണ്ട്. പിന്നെ സെന്റർ ഭാഗത്താണ് നമ്മുടെ ലോക്ക് കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പതിയെ എന്താക്കാം, കീ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളതാ പതിയെ അതിനകത്ത് ഉള്ളിലേക്ക് കണ്ടില്ലേ വെക്കുകയാണ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ലോക്ക് വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, തള്ളി വരുന്നതാണെന്നുണ്ട്, നിങ്ങൾ ആരെങ്കിലും കാണാം. ഈ തള്ളി വരുന്നതാണ്, കാരണം ലോക്ക് വർക്കിംഗ് ആണ്. അപ്പോൾ ഓക്കെ, നമുക്ക് അതിന് സെറ്റ് ചെയ്യാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഈ കീസിന്റെ രണ്ട് സ്റ്റാറിന്റെ സ്ക്രൂ ആണ് വരുന്നത്. അത് നമ്മൾ തിരിച്ചിനകത്ത് ഫിക്സ് ചെയ്യാൻ പോവാണ്. അതിനുശേഷം നമ്മുടെ കപ്ലർ, കീ സെറ്റിന്റെ കപ്ലർ നമ്മൾ തിരിച്ച് ഇത് കൊടുക്കുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചാവി ഒന്ന് ഓൺ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അത് കാണാം.
അപ്പോൾ ഓക്കെ, നമ്മൾ ചാവി ചെക്ക് ചെയ്യാൻ പോകണം. നമ്മൾ കീസെറ്റ് മാറ്റിയതിന് ശേഷം നമുക്ക് ചാവി ഓൺ ചെയ്ത് നോക്കാൻ പോവാണ്. അപ്പം ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ കീസെറ്റ് വർക്കിംഗ് ആണ്. അപ്പോൾ ബാക്കി നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ടിലെ കവർ നമുക്ക് തിരിച്ച് അതേപോലെ സെറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പോകുന്നത് സീറ്റ് ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാം. അടുത്തായിട്ട് നമ്മുടെ കവർ തിരിച്ചു തരിക. അപ്പോൾ ആദ്യം നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കപ്ലർ ഉണ്ട്, അത് തിരിച്ച് നമ്മൾ അതേപോലെ പഴയ പോലെ തിരിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കവർ സെറ്റ് ചെയ്യാം. നമുക്ക് ബേക്കത്തെ ലോക്ക് മാറ്റാൻ വേണ്ടിയിട്ട് സീറ്റ് അയച്ച് മാറ്റാം. 4/10 ബോൾട്ടും വരുന്നുണ്ട്, ബാക്കി സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് വരുന്നത്. ഇത് അയച്ചാൽ മതി. അപ്പോൾ നമ്മളെല്ലാം അതിൻ്റെ സ്ക്രൂവും നെട്ടും കാര്യങ്ങളൊക്കെ ലൂസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് സീറ്റ് നമുക്ക് റിമൂവ് ചെയ്യാം. അടുത്തത് ഇതിൻ്റെ ഇവിടെ ഒരു കവർ വരുന്നുണ്ട്, അത് അയച്ചിറക്കണം. അതിൽ 2 സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് വരുന്നത്. ഇവിടെ ഒരു ലോക്ക് ഉണ്ട്, അത് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പഴയ ലോക്കും കാര്യങ്ങളൊക്കെ. നമ്മളിത് മാറാം. അപ്പോൾ കുറച്ച് പണിയുണ്ട്, അപ്പോൾ മാറിക്കഴിഞ്ഞ ശേഷം കാണാം. അപ്പോൾ ഗേസ്, നമ്മുടെ ബേക്കിലെ കീസെറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് സ്ക്രൂകൾ കാര്യങ്ങളൊക്കെ തിരിച്ചതേപോലെ കയറ്റുകയാണ്. നല്ല കഷ്ടപ്പാട് പിടിച്ച പണിയാണ്, അതുകൊണ്ടാണ് ഞാനും കൂടി കൊടുക്കുന്ന വെച്ചാണ് നമ്മുടെ വീഡിയോ കുറച്ചു നേരം പോസ് ചെയ്തത്. ഇവിടെ കീസെറ്റ് മാറി കഴിഞ്ഞിരിക്കുന്നു, അതുപോലെ തന്നെ സീറ്റ് ലോക്കും നമ്മൾ മാറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ സർവീസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, സർവീസ് വീഡിയോ ഇനിയും ഇടണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ എല്ലാവരും കമൻ്റ് ആയിട്ട് അറിയിക്കണം. അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ എന്തെങ്കിലും തെറ്റായി മീൻസ് എന്തെങ്കിലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മാറണമെങ്കിലോ നിങ്ങൾക്ക് അതുപോലെ ഈ കമൻറ്റിൽ എഴുതി അറിയിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഹെൽപ്പ് ചെയ്തത് നമ്മുടെ വിശാഖ് ബ്രോ തന്നെയാണ്. വയനാടിൻ്റെ കുഞ്ഞു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കീസെറ്റ് ചേഞ്ച് ചെയ്യുന്നതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, അടുത്ത വീഡിയോ നമ്മളെല്ലാ ബുധനാഴ്ചകളിലും നമ്മൾ ഓരോരോ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്യുക. ടാറ്റ.